പ്രകൃത്യാ കൃഷിക്ക് ദേശീയ മിഷൻ 2481 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. രാസവളങ്ങളില്ലാതെ സുസ്ഥിര കൃഷിയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1 കോടി കർഷകരെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാൻ കാർഡ് നവീകരിക്കാനും പദ്ധതി. ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് ചേർന്ന കേന്ദ്ര മന്ത്രിസഭയാണ് നിരവധി തീരുമാനങ്ങൾ എടുത്തത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഒന്ന് നാച്ചുറൽ ഫാമിങ്ങിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഏകദേശം 2481 കോടി രൂപയുടെ പദ്ധതിയാണ്. രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ പ്രകൃതിയ ഉള്ള ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പദ്ധതി വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അതായത് സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ ഗവേഷക പ്രസിദ്ധീകരണങ്ങളും മറ്റും പുസ്തകങ്ങളും വാങ്ങിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. അത് UGCയുടെ ഇപ്പോൾ നിലവിലുള്ള ലൈബ്രറി സംവിധാനം വഴി ഒരു ഒറ്റ പോർട്ടൽ വഴി ഏകോപിച്ച് നടപ്പാക്കാനാണ് 6000 കോടി രൂപയുടെ ഈ പദ്ധതി ഇപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഒരു 1.8 കോടി വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണം ചെയ്യുമെന്നുള്ളത്. അതായത് എല്ലാ സർവകലാശാലയിലും ഒരേ രീതിയിലുള്ള ഗവേഷക ഗ്രന്ഥങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഓരോ സർവകലാശാലകളും ഒറ്റയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സംവിധാനം ഇല്ലാതാകും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇനി വഴിവെക്കാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഗവേഷക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും മാത്രമേ സർവകലാശാലകളിൽ എത്താനുള്ള സാധ്യതയുള്ളൂ. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന് പാൻ കാർഡ് നവീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതിക്കും ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. ഒരു യൂണിഫൈഡ് പോർട്ടലിന്റെ കീഴിൽ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്.